വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അച്ചടി വിഭാഗം ആ ബജറ്റുമായിട്ട് വായിക്കേണ്ട പ്രസംഗമായിട്ട് മന്ത്രിയുടെ വീട്ടിലേക്ക് വരികയാണ്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇതിനെ കൈമാറും. അല്പസമയത്തിനകം തന്നെ ഒരു 8:30 മണിയോടുകൂടി അദ്ദേഹം ഈ പ്രസംഗമായിട്ടൊക്കെ ഇനി ഇറങ്ങും, വസതിയിൽ നിന്ന് ഇറങ്ങും. പിന്നീട് സഭയിലേക്കെത്തി 9 മണിയോടുകൂടിയാണ് ബജറ്റ് അവതരണം. ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റാണ് ഇന്ന്. ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ അവസാന ബജറ്റ്. ഇത് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഒരുപാട് ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ബജറ്റാണ്. ക്ഷേമ പെൻഷനിലടക്കം ഒരു 500 രൂപയുടെ വർധനവൊന്നും ഇല്ലെങ്കിലും 200 രൂപയെങ്കിലും ഒക്കെ വർദ്ധിപ്പിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായ പ്രഖ്യാപനങ്ങളൊക്കെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം ഈ ബജറ്റ്. മാത്രമല്ല ഇപ്പോൾ ഇന്നലെ ഒത്തിരി പ്രഖ്യാപനങ്ങളൊക്കെ വന്നു. അതെ, മന്ത്രി എത്തുകയാണ്. ഇപ്പോൾ അച്ചടി വകുപ്പ് ഉദ്യോഗസ്ഥർ മന്ത്രിയെ കാണാനായി അവിടെ വസതിയിലേക്ക് എത്തി. അല്പസമയത്തിനകം മന്ത്രി ഇനി ഇവർക്ക് അരികിലേക്ക് എത്തും. അതിനുശേഷമാകും ആ കയ്യിലുള്ള ബാഗ്, അതിനുള്ളിലാണ് ഈ പ്രസംഗമുള്ളത്. അത് അദ്ദേഹം വാങ്ങും. ഇന്നലെ റവന്യൂ വകുപ്പ് മന്ത്രി ഒരുപാട് മന്ത്രിസഭാ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ബജറ്റിന് മുന്നോടിയെന്നോണം നിരവധി പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയ ദിവസമാണ് ഇന്ന്. പ്രത്യേകിച്ച് വയനാടിലെ കടം എഴുതിത്തള്ളുന്ന കാര്യത്തിലടക്കം നിർണായക നീക്കങ്ങൾ, പുതിയ ഒരുപാട് പദ്ധതികൾ വരുമെന്ന സൂചനകളുമൊക്കെ കഴിഞ്ഞ ദിവസം കെ എൻ ബാലഗോപാൽ നൽകിയിരുന്നു. ആഷിഖേ, വിവരങ്ങൾ എങ്ങനെയാണ് ആഷിഖേ? ഇത് അല്പസമയം മുമ്പാണ് അച്ചടി വിഭാഗം അതിൻ്റെ ബജറ്റ് രേഖകളുമായി ഇപ്പോൾ ധനമന്ത്രിയുടെ വസതിയിലേക്ക് എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം അത് ധനമന്ത്രി കൈമാറും. സാധാരണഗതിയിൽ ധനമന്ത്രി അവതരിപ്പിക്കാറ് ടാബിൽ നോക്കിയിട്ടാണ് വായിക്കാറെങ്കിൽ പോലും ഇതൊരു സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖയായിട്ട് ഇത്തരത്തിൽ ബജറ്റ് പ്രസംഗം നിർബന്ധമാണ്. ഇത്തരത്തിൽ അച്ചടിച്ച് തന്നെ എത്തണമെന്നുള്ളത് ഒരുപക്ഷെ പണ്ടാണ് ഒരുപക്ഷെ നമ്മൾ ഇത്തരത്തിൽ ഒരു രേഖയുമായിട്ട് ഇത്തരത്തിൽ ധനമന്ത്രിമാർ നടന്നു പോകുന്നത് കാണാറെങ്കിൽ ഇത്തവണ ഇത്തരത്തിൽ അച്ചടി വിഭാഗം ഇവിടേക്ക് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഇത് ധനമന്ത്രി കൈമാറും. ഈ ബജറ്റിലാണ് കേരളത്തിൻ്റെ ഒരുപക്ഷെ ഈ അവസാന ബജറ്റിൽ നിർണായക പ്രഖ്യാപനങ്ങളുള്ളത്. അതിൽ എന്തൊക്കെയാകുമെന്നുള്ളൊരു ആകാംക്ഷ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. കാരണം അവസാന ബജറ്റാണ്. ക്ഷേമ പെൻഷൻ അടക്കം ഏത് വിഭാഗത്തെ ഉൾക്കൊള്ളിച്ച് അല്ലെങ്കിൽ ഏത് വിഭാഗത്തിന് വേണ്ടിയുള്ള ഒരു ബജറ്റായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ വർദ്ധിക്കുമോ, സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉണ്ടാകുമോ, DA കുടിശ്ശിക വിതരണം ചെയ്യുമോ, പുതിയ പെൻഷൻ പദ്ധതി ഉണ്ടാകുമോ, വൻ പദ്ധതികൾ, അതിവേഗ റെയിൽ ഇന്നലെ പ്രഖ്യാപിച്ചു, അതിൻ്റെ തുടർ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അതെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ബാഗിലാണ്. ഈ അച്ചടി വിഭാഗം ഉദ്യോഗസ്ഥർ നിലവിൽ അതെല്ലാം ഇന്നലെ അർദ്ധരാത്രിയിലടക്കം ധനമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം രാത്രിയോടുകൂടിയാണ് ഇതിൻ്റെ പ്രിന്റിംഗ് അടക്കം പൂർത്തിയാക്കി ഇപ്പോൾ ധനമന്ത്രിക്ക് കൈമാറാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുംകാല കേരളത്തെ കൂടി നിർണ്ണയിക്കുന്നതിൽ പ്രധാനമാകും ഈ ഒരു ബജറ്റ് എന്ന് പറയേണ്ടി വരും. കാരണം ഈ 5 വർഷത്തിലും ധനമന്ത്രി വലിയ രീതിയിൽ സാമ്പത്തിക അച്ചടക്കത്തെയായിരുന്നു ഉദ്ദേശിച്ചതെങ്കിൽ ഇത് തെരഞ്ഞെടുപ്പ് വർഷം കൂടിയാണ്. അതിൽ ജനപ്രിയ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ധനമന്ത്രി സൂചന നൽകിയിരുന്നു. നികുതി പരിഷ്കരണങ്ങളോ മറ്റ് ജനങ്ങൾക്ക് ഒരുപക്ഷെ തിരിച്ചടിയാകുന്ന ഒന്നും ഉണ്ടാകില്ല. പക്ഷേ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ അത് ഏതെല്ലാം മേഖലയെ സ്പർശിച്ചുകൊണ്ടായിരിക്കും എന്നുള്ളതെല്ലാം ഈ ഒരു ബജറ്റിലായിരിക്കും ഈ ബജറ്റ് പ്രസംഗത്തിലായിരിക്കും ഉൾപ്പെട്ടിരിക്കുക. അതിൻ്റെ ബജറ്റ് രേഖയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അത് അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ കെ എൻ ബാലഗോപാൽ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈ ബജറ്റ് രേഖകൾ സ്വീകരിക്കാൻ വേണ്ടി അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ധനമന്ത്രി ഇത് സ്വീകരിക്കും. അത് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അവിടേക്ക് ധനമന്ത്രിയെ കൈമാറാൻ പോവുകയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ്. കാരണം ഈ ബജറ്റ് പ്രസംഗമാണ് ഔദ്യോഗിക രേഖയായിട്ട് അറിയപ്പെടുക. ആ രേഖ ഉദ്യോഗസ്ഥർ തയ്യാറാക്കി ധനമന്ത്രിക്ക് കൈമാറാൻ പോവുകയാണ്. ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് തന്നെയാണ്. പ്രത്യേകിച്ച് ബജറ്റുമായി ബന്ധപ്പെട്ട് ബജറ്റിൻ്റെ ഔദ്യോഗിക രേഖ ഇത്രയും ദിവസങ്ങൾ, മാസങ്ങളോളം പ്രയത്നിച്ച് ചർച്ച ചെയ്ത് എടുത്ത തീരുമാനങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുള്ള പ്രധാനപ്പെട്ട രേഖയാണ്. അതാണിപ്പോൾ ഉദ്യോഗസ്ഥർ ധനമന്ത്രി കൈമാറിയിരിക്കുന്നു. ഈ സർക്കാർ പ്രസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെത്തി ആ ബജറ്റ് രേഖ മന്ത്രിക്ക് കൈമാറി. മന്ത്രി